ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളിവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാസ്റ്റിക് കുപ്പിയും കുറച്ച് ഓലേൻ്റെ തുച്ഛം ഇത് കണ്ടില്ലേ, നല്ല ഓല ഒരിക്കൽ കിട്ടാനില്ല കഴിഞ്ഞാൽ ഇതിൻ്റെ തുച്ഛം എടുത്തിട്ട് നമുക്കൊരു അടിപൊളി സ്റ്റൂലുണ്ടാക്കാമല്ലോ. നമുക്ക് കണ്ട ഇതുപോലത്തെ തുച്ഛം ഇത് കണ്ട ഇതുപോലത്തെ തുച്ഛം എടുത്തിട്ട് ഒരു അടിപൊളി സ്റ്റൂലുണ്ടാക്കാം. ഞാനിപ്പം ഇതെങ്ങനെയാണ് ഇത് കളഞ്ഞിട്ട് ആക്കുന്നത് കാണിച്ചാൽ ഇപ്പം ഇതേപോലെ ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കുപ്പിയും വേണം. ഇത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയുണ്ട്, കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ആക്കിക്കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് നമുക്ക് അടിക്കാം. ചൂടിന് യാതൊരു നല്ല സുഖം ഉണ്ടാവുകയും അടിക്കാൻ നല്ല സുഖമാണ്. ഒരു പൊടി ശക്തിയിലാണ് എടുക്കില്ല, എല്ലാം നല്ല മഴക്കും അടിക്കാം, മഴക്കാലമെല്ലാം അടിക്കാൻ നല്ല സുഖമാണ്. ഇത് നിങ്ങളൊന്നുകൂടി ഞാനും ഇതും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിനിടയ്ക്ക് ഞാനൊരു നല്ലൊരു ഈർക്കിൽ മാത്രമുള്ള ചൂലുണ്ടാക്കിനി. അത് ഈർക്കിൽ നല്ല ഈർക്കിലുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇത് തുച്ഛം കൂടിയിട്ട് ഒന്നിച്ച് കൂടുമ്പോഴല്ല നമുക്കത് നല്ലൊരു ശക്തി വരും. ഇനി കുറേ കൂടുമ്പോൾ അതാണ് ഇതിൻ്റെ ഗുണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ കളഞ്ഞു വെച്ചു ഈർക്കിൽ ഇതിന്ന് കളഞ്ഞു കണ്ടില്ലേ, ഉണ്ടല്ലോ. ഇതിപ്പോൾ ഇതിൻ്റെ ഈ കൊള്ളീൻ്റെ ഇതും കൂടി കുറച്ച് ചെത്തിക്കളയണം കേട്ടോ. ഇത് കൂടി കുറച്ച് ചെത്തിയിട്ട് ഇങ്ങനെ ചെത്തിക്കളയണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ തുച്ഛം ആ കൊള്ളി മാത്രം ഉള്ളത് പൊടിച്ച് കളയാം കേട്ടോ. ഇതേപോലെ ഞാൻ 3-4 കൂടി ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ആവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിന്. ഇനിയിപ്പോൾ ഇതും കൂടി ഇത് രണ്ടെണ്ണം കൂടി ആക്കുന്നില്ല, അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിന്. നിങ്ങൾക്ക് ആക്കുന്നത് കാണണ്ടേ ഇതെങ്ങനെ ആക്കുന്നതെന്ന്, അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ ചെത്തി ആ ഓല ചെത്തി കളയാം. ഇതിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ, ഇതേപോലെ ഉണ്ടല്ലോ. ഇതേപോലെ നമ്മൾ ചെത്തി കളഞ്ഞിട്ട് ഇതെന്താ വേണ്ടത് വെച്ചാൽ എല്ലാവർക്കും ഈ വീട്ടു ആവശ്യത്തിന് നമ്മളിപ്പോൾ ഒരു ചൂല് പീടികയിൽ പോയി വാങ്ങാൻ പോയാൽ 50 ഉറുപ്പ്യ അങ്ങ് 50 ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം കഴിയേണ്ട അതിലെടുത്ത് അതിൻ്റെ ഈർക്കിലെല്ലാം ഊരിപ്പോയി അടിക്കാനും കഴിയില്ല, തേച്ച് കഴിഞ്ഞ് വെയിലൊക്കെ ചൂലേ ഉണ്ടാവില്ല. ഇതിപ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞ് നമുക്ക് കുറ്റിയാകുന്നവരെ നമുക്കിത് അടിച്ചാൽ ഒരു കുഴപ്പവും വരെ ഇത് ഊരിപ്പോവില്ല, ഒന്നും പോലെ നല്ല ശക്തി കിട്ടും അടിക്കാൻ. അതാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചിട്ട് ഞാൻ അടിച്ചിട്ടും കാണിച്ചു തരാം. അതെ ഇതേപോലെ ഉണ്ടോ. ഇതിപ്പോൾ ഇതിങ്ങനെ കളഞ്ഞെടുക്കാൻ പ്രയാസം, എന്നാലും നല്ല ഈർക്കിൽ കിട്ടാൻ, നല്ല ഓല കിട്ടാനില്ലാതെ എടുത്ത് ഇതും ചെയ്യാമെന്നാണ് പറയുന്നത്. നല്ല ഈർക്കിലുണ്ടെങ്കിൽ ഈർക്കിലെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ചൂലും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആരി പേടിക്കേണ്ട ഇഷ്ടം പോലെ പിന്നെ ചൂലായി. കണ്ടില്ലേ, ഞാൻ മുമ്പെല്ലാം പശുവിന് ആലയിൽ ചാണം വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആലയിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ടുവന്ന് എടുക്കുക. എന്താണെന്ന് വെച്ചാൽ നല്ല ശരിക്ക് അടിച്ച് പോയിക്കോളും, ചളിയും വെള്ളമെല്ലാകുമ്പോൾ ഒന്നും പോയിപ്പോവില്ല. ഉണ്ടല്ലേ, ഇതുപോലെ ആക്കുക കണ്ടോ. എന്നിപ്പോൾ ഈ ഒന്നും കൂടി ആക്കാം, ഇതും കൂടി ആക്കിയിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് ബാക്കി ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടല്ലേ, ഇതേപോലെ വേഗം മറ്റേനെക്കാട്ടും വേഗം ആവും. ഇത് മറ്റേനെക്കാട്ടിയും വേഗത്തിലാവും അയ്യ. ഇത് കണ്ട ഇത് വേഗമാവും. ഇത് കുറേ ഒന്നിച്ച് തന്നെ നമുക്കിത് ചീക്കാൻ കഴിയും കണ്ടാ. ഇതുപോലെ ഈ അറപ്പിന്ന് നമ്മൾ മുറിച്ചെടുക്കുക, ഇങ്ങനെ മുറിക്കുക. എന്നിട്ടാകുമ്പോൾ ഒരൊറ്റ നീളൽ ഇങ്ങനെ പണി തീർന്നു കണ്ടാ. കറക്റ്റായിട്ട് പോവും. നമ്മളെ കയ്യിലെ ഇതുപോലെയാണ്, അറിയാതാക്കാൻ ശരിയാവില്ല. അറിയുന്നതൊക്കെ നല്ല വേഗത്തിലാവും, ഒരു പണിയില്ല. മറ്റേ ചൂലിൻ്റെ പണിയൊന്നുമില്ല, വീർക്കിൽ മാച്ചീൻ്റെ ചൂലിൻ്റെ പണിയൊന്നുമില്ല. ഇത് അത്രയും വേഗത്തിലാവും. ഞാനിപ്പോൾ നല്ല ഈർക്കിൽ കിട്ടാനില്ലേ, എന്നിട്ടാണ് ഞാനിപ്പം ഇതൊന്ന് ആക്കിയേക്കാന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ കണ്ടല്ലോ, ഇത് ഞാനിപ്പോൾ ഇതിലേക്കൂടി മുറിച്ച് കളഞ്ഞ് ഇത് ചെത്തിക്കളയണം. ഈ ബട്ടി ഇതുണ്ടല്ലോ, ഇത് കുറച്ച് കനം കുറക്കണം, എന്നാലും അത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒതുങ്ങി കിട്ടും. വണ്ണം കൂടിയാൽ മട്ടലിൻ്റെ വണ്ണം കുറച്ചിട്ടില്ലേ കണ്ടല്ലോ, അത് ഒതുങ്ങി കിട്ടില്ല. കണ്ടില്ലേ ഇതേപോലെ. ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇത്ര പോരാ ആക്കി കണ്ടില്ലേ. ഇതിനിപ്പോൾ
നമ്മളിനി കുപ്പിൻ്റെ പരിപാടി നോക്കാം. ഇതാണ് ഇനി കുപ്പി. ഇപ്പം കണ്ടല്ലോ, ഞാൻ ഇപ്പം ഈ കുപ്പി ആക്കട്ടെ. ഇത് കണ്ടില്ലേ, ഇത് കണ്ടല്ലോ, ഇപ്പം കണ്ടല്ലോ, ഇതേപോലെ 5 ദ്വാരം ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അവിടെ ഇതേപോലെ ഞാനിനിയിപ്പോൾ ഇതിനകത്ത് ഓരോന്ന് ആക്കട്ടെ. ഈ കുപ്പിയിലാണ് ഇപ്പോൾ ആക്കാൻ പോകും. കുറച്ച് വലിയ കുപ്പിയാണ്, സാരല്ല, നീളം ജാസ്തി കിട്ടും, നമുക്ക് നീട്ടി അടിക്കാൻ പറ്റുമല്ലോ, അതാ. ഇതിപ്പോൾ ഇതേപോലെ ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുക. ഇതേപോലെ ഇതിൻ്റെ അകത്ത് താത്ത് വെക്കുക. കണ്ടില്ലേ, ഇതേപോലെ താത്ത് വെക്കുക. ഇത് കണ്ടല്ലോ, ഇതാ ഇതാ, ഇതേപോലെ താലോളം താത്ത് വെക്കുക. ഇതാ ഇതേപോലെ താത്ത് വെക്കുക. ഇതുപോലെ ഇതും താക്കുക. നമുക്കിത് തേച്ച് ഇതിൻ്റെ അകത്ത് താത്ത് വെക്കണം. ഇത് താത്ത് വെച്ചിട്ടാകുമ്പോൾ ഇതുപോലെയാണ് താത്ത് വെക്കുക. നിങ്ങൾ കണ്ടില്ലേ, ഇത് താത്ത് വെച്ചിട്ടാകുമ്പോൾ നിങ്ങൾ കാണിക്കുക. ഇതിപ്പോൾ ഒത്തിരി ആയല്ലോ. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ, ഇനിയിപ്പോൾ ഇതുപോലെ ഞാൻ കയറ്റി വെച്ചു എല്ലാം. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ, ഇത് എല്ലാം ഓരോ നീരണ്ടെണ്ണം കയറ്റി വെച്ചു. ഇനിയിപ്പോൾ കണ്ട, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ചൂടാക്കണം. ചൂടാക്കിയിട്ട് ഇത് ഉറപ്പിച്ചിട്ട് വണ്ണം കുറക്കണം. കണ്ട, ഇതുപോലെ വണ്ണം കുറക്കണം. ഉണ്ടല്ലേ, ഇതേപോലെ നമുക്കിപ്പം ഒരു എണ്ണമായിട്ട് അതുപോലെ ഇല്ലേ. ഇനിയിപ്പോൾ ഇത് ആയി കഴിയുമ്പോഴേക്ക് നല്ല ചൂലായിരിക്കും, നല്ല അടിപൊളി ചൂലാണ്. നിങ്ങൾ കണ്ടോ, നമുക്ക് എത്ര കാലം വേണ്ടിക്ക് അടിക്കുകയും ചെയ്യാം. ഇത് അങ്ങനെ ഊരിപ്പോവില്ല, പൊട്ടിപ്പോവില്ല, ഒന്നും ചെയ്യില്ല, എല്ലാം നല്ല കണ്ടീഷനായിട്ട് വരും. ഉണ്ടല്ലേ, ഇത് കണ്ടല്ലോ, കാണുന്നുണ്ടോ, കണ്ടില്ലേ. ഇതേപോലെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു ചൂലാക്കാം. ഈ ചൂല് കൊണ്ട് നമുക്ക് എത്ര കാലം, ഒരു കൊല്ലം അടിച്ചാലും ഇത് തഴിഞ്ഞ് ഊരിയിട്ട് പോവില്ല. ഇത് കുറ്റിയായിട്ട് പോയതിനല്ലാതെ കണ്ട്, ഇത് തഴിഞ്ഞിട്ട് പോകുന്നതല്ലാതെ ഉണ്ട്, ഇത് നമുക്ക് ഊരിയിട്ടോ പൊട്ടിയിട്ടോ പോവില്ല. അതാണ് ഈ ഒരു ചൂലിനെ കൊണ്ടുള്ള ഒരു ഗുണം. ഊരിപ്പോകുന്നതുകൊണ്ടാന്ന്, ഈർക്കിലെല്ലാം ഊരിപ്പോകുന്നതുകൊണ്ടാന്ന് മാച്ച് നമ്മളിപ്പോൾ മറ്റേ ചായ ആക്കിയാൽ നമുക്ക് നിന്ന് കിട്ടാതെ. ഉണ്ടല്ലോ, ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല ശരിക്കും ഒട്ടി നിന്നിട്ടാ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലേശം കൂടി ആവാനുണ്ട്. കണ്ട, ഇതിൻ്റെ ഉള്ളിൽ അത് ലേശം ഒതുങ്ങി കിട്ടിയാൽ നല്ല പാത്തി നിൽക്കൂല. കണ്ടില്ലേ, നല്ലോണം പറ്റി നിൽക്കട്ടെ. പറ്റി അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഒതുക്കും ഉണ്ടാകും, പിടിക്കാനും അടിച്ചു വാരാനും എല്ലാത്തിനും. ഉണ്ടല്ലേ, ഇത് കണ്ടല്ലോ. ഇപ്പം ഇല്ലേ, ഇതെല്ലാം അങ്ങ് പൊളിച്ച് കളയേണ്ടതാണ്. ഇതെല്ലാം അങ്ങ് പൊളിച്ച് കളയണം. മേലത്തേതെല്ലാം അങ്ങ് പൊളിച്ച് കളയണം. ഇതാ ഇതേപോലെ ഇതെല്ലാം പൊളിച്ച് കളഞ്ഞ് നല്ലൊരു ചൂല്. ഇതും കൂടി നമുക്ക് ഇതേം കൂടി അതിൻ്റെ കൂട്ടത്തിലാക്കി വെച്ചാൽ നമുക്ക് 2 ഉപകാരമായി. ഇത് നല്ല ശരിക്ക് നല്ല, പിന്നെ മറ്റേതിനെ പോലെ അതിനെക്കാട്ടി നല്ലത് ഇതാ. കഴുകിൻ്റെ പട്ടേൻ്റെ ചൂല് പോലെ തന്നെയാണ് ഇത്. ഈർക്കിലെ തരക്കിയിട്ട് വരുന്ന പണിയില്ല, വേഗം പണി തീരും ഇത്. നല്ലോണം ഒട്ടി നിൽക്കട്ടെ വെച്ചിട്ടാണ്. ഒട്ടി നിൽക്കാൻ ഞാനുണ്ടല്ലോ, ഒട്ടി നിൽക്കാഞ്ഞാൽ നമുക്ക് വണ്ണം കൂടി പോകും. അതുകൊണ്ട് ഒട്ടി നിൽക്കണം നല്ല പോലെ.
കണ്ടില്ലേ ഇതാ നല്ല അടിപൊളി ചൂലിതാ കേട്ടാ നല്ല എന്നാ സുഖം സൂപ്പറാണ് ഉണ്ടാ ഇത് ചൂട് തണിയണം ചൂട് തണിഞ്ഞാലേ നമുക്ക് ഇതിപ്പോൾ അടിക്കാൻ കഴിയും ഇതാ അപ്പോൾ നല്ല ചൂടുണ്ട് ഉണ്ടാ നല്ല സുഖമായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും കേട്ടാ നല്ല ഉണ്ടല്ലേ എന്താ നല്ല ഈർക്കിൽ അടുപ്പുള്ള പിന്നെ ഇതെടുക്കണം തുയ്യെടുക്കണം ഇതിൻ്റെ തുച്ചാണ് ഈ പിന്നെ ഓലേൻ്റെ ഈ തലക്ക് വരുന്ന ഇങ്ങനത്തിനാണ് എടുക്കുക ഇത് കണ്ടില്ലേ ഓലേൻ്റെ തലക്കുള്ള തുയ്യമില്ലേ അതേപോലെ തന്നെ എടുക്കുക അതാണ് ഇപ്പം നല്ല സുഖമുണ്ട് കേട്ടാ നല്ല സുഖമുണ്ട് അടിക്കുക കേട്ടാ നല്ലപോലെ നിങ്ങൾ കണ്ടല്ലോ ഇതിപ്പോൾ ഓലേൻ്റെ തുച്ഛം പോലെയുള്ള കേട്ടാ കണ്ടില്ലേ ഇതാ കണ്ടല്ലോ ഇതിപ്പോൾ എന്നാ വെച്ചാൽ ഇതേപോലെ തന്നെ എടുക്കുക ഇത് കണ്ടില്ലേ ഇതുപോലെയുള്ള സാധനം എടുക്കുക കേട്ടോ ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള തുച്ഛനാണ് അതിൻ്റെ തല പൊട്ടിക്കും ഇതിൻ്റെ തുരി പൊട്ടിച്ചിട്ട് ഇങ്ങനത്തിനാണ് എടുക്കുക അത് നല്ല കയലടുപ്പുള്ളത് പിന്നെ ഈർക്കിൽ നല്ല ഇതേപോലെ അടുപ്പുള്ളതായിരിക്കണം കണ്ടോ ഇതേപോലെ തന്നെ എടുക്കുക ഇത് കണ്ടില്ലേ നല്ല ഒരേ നീളത്തിലും ഒരേ വീതിയിലും ആക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ചൂലാക്കാം ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് നന്ദി നമസ്കാരം ഗുഡ് ബൈ ഓക്കെ ബൈ